മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച്. ഇന്ന് അതുമായിട്ട് ചേർന്ന് നമ്മളത് അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പ്രധാനമായിട്ടും സറണ്ടേഡ് ലൈഫ്, ദൈവത്തെ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം, അതുപോലെ തോൽവിയില്ലാത്തൊരു ജീവിതം, അതുപോലെ കർത്താവിൽ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു ജീവിതം. ഈ 3 ടൈപ്പ് ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നിറയാനായിട്ട് സാധ്യമാവും എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ആത്മാവ് എന്ന് പറയുമ്പോൾ ആത്മാവിന് ഒരു ബോഡി ആവശ്യമാണ്. നമുക്ക് സാധാരണയുള്ള അറിയാവുന്നതാണ്. ഈ ഈവിൾ സ്പിരിറ്റ് ആയാലും ഹോളി സ്പിരിറ്റ് ആയാലും ബോഡി ആവശ്യമാണ്. ഗദരദേശത്ത് നമുക്കറിയാമല്ലോ, യേശുക്രിസ്തു ചെന്നതിന് ശേഷം ആ ഗദരദേശത്തെ ഭൂതം ബാധിച്ച മനുഷ്യരിൽ നിന്ന് ആ പിശാച് കയറിയിട്ട് ആ പന്നികളുടെ മേളിലാണ് കയറി അത് എന്താ കടും തൂക്കായി പോയി സമുദ്രത്തിൽ മുങ്ങി താണു. അതുപോലെ ഉള്ള എന്ന് വെച്ചാൽ ഒരു ശരീരം ആവശ്യമാണ്, ആത്മാവിന് ഒരു ശരീരം ആവശ്യമാണ്. ഇവിടെ 1 കൊരിന്ത്യർ 3:16 കൊരിന്ത്യ സഭയോടെ പൗലോസ് എഴുതുന്ന വാക്യമുണ്ട്: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ. അപ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അത് നിങ്ങൾ അറിയണം, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഇല്ലെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ബൈബിൾ പ്രകാരം അവരിലെ കർത്താവ് വസിക്കുന്നു എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യമുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. ഇവിടെ നദിയുമായിട്ട്, ജീവജലത്തിൻ്റെ നദിയായിട്ട് അല്ലെങ്കിൽ വെള്ളവുമായിട്ട് കമ്പയർ ചെയ്താണ് പറയുന്നത്. എന്നിൽ നിന്ന് ഒഴുകുന്നു എന്ന് പറയുന്നത് ശരിക്കും അവിടെ ആത്മാവാണ്. ഡിസൈർ ടു ഡ്രിങ്ക്, എന്നിൽ നിന്ന് കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ വന്ന് കുടിക്കട്ടെ എന്ന് പറയുന്നു. ഇതിനകത്ത് 39-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശു തേജസ്കരിക്കപ്പെടാത്തത് കൊണ്ടാണ് അന്ന് ആത്മാവ് വരാതിരുന്നത്. അതിനെക്കുറിച്ച് ആണ് യേശു പറയുന്നത്, എന്നിൽ നിന്ന് വന്ന് കുടിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ആത്മാവിന് ഒരു ശരീരം ആവശ്യമാണ്. അതുപോലെ നമുക്കൊരു ഡിസയർ ആവശ്യമാണ്, ആത്മാവിനാൽ നിറയണമെന്നുള്ളത്. പിന്നെ 3ാമത് നമുക്കൊരു ഫെയ്ത്ത്, ഒരു വിശ്വാസവും ആവശ്യമാണ്. നമുക്ക് വിശ്വാസം ആവശ്യമാണെന്ന് പറഞ്ഞാൽ കർത്താവിൽ നമ്മളായിരിക്കുക, വിശ്വാസം, അതുപോലെ ആത്മാവിനാൽ നിറയണം എന്നുള്ള ആഗ്രഹം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യം: എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തവനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടെ വായിക്കാം. ഈ പരിശുദ്ധാത്മാവ് വരേണ്ടതിനെക്കുറിച്ചുള്ള വാക്യങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം: അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇവിടെ കാണുന്നത് ഒരിടത്ത് വെയിറ്റ് ചെയ്യണം, വേറൊരിടത്ത് കാത്തിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇപ്പം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വരാനായിട്ട് ഞാൻ കാത്തിരിക്കണോ, വെയിറ്റ് ചെയ്യണോ? നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. എന്നാൽ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വെയിറ്റ് ചെയ്യുകയും വേണം. അതെന്താ അങ്ങനെ ബ്രദറെ പറയുന്നത്? കൺഫ്യൂസ് ആകാനുള്ള. വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നു, വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഈ വെയിറ്റിങ്ങിന് ഇത്തിരി മീനിങ് ഉണ്ട്. നമ്മൾ ഒരു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിരിക്കട്ടെ. ബസ് വന്നു, ഒരു പർട്ടിക്കുലർ ടൈമിലാണ് നമ്മൾ പോകുന്നത്. ബസ് വന്നു, ബസ്സിൽ കയറി നമ്മൾ പോയി. ആ ഒരു വെയിറ്റിംഗ് ഒരു ഷോർട്ട് പീരീഡാണ്. അതൊരു വെയിറ്റിംഗ് ആണ്, അത് വെയിറ്റിംഗ് ആണ്. എന്നാൽ നിങ്ങളുടെ ഒരു വ്യക്തി, ഒരു വീട്ടിലെ ആരെങ്കിലും ഒരു മകൻ്റെയോ മകളുടെയോ കല്യാണം ഉറച്ചു.
കല്യാണം ഉറച്ച് കല്യാണം അടുത്ത 6 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം, അല്ലേ? 6 മാസം കഴിഞ്ഞ് കല്യാണത്തിന് നമ്മൾ എന്താ ചെയ്യും? ഒരു വെയിറ്റിംഗ് പീരീഡാണത്, 6 മാസത്തേക്കുള്ള വെയിറ്റിംഗ് പീരീഡ്. എന്നിട്ട് ആ വെയിറ്റിംഗ് പീരീഡിൽ എന്താണ്? ബസ് സ്റ്റാൻഡിൽ നിന്ന പോലെയാണോ നമ്മൾ നിൽക്കുന്നത്? അല്ലല്ലോ. ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിന്നതുപോലെയല്ലോ നമ്മൾ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. കല്യാണത്തിന് വെയിറ്റ് ചെയ്യുമ്പോൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാക്കണം, അതിന് തുണി വാങ്ങണം, ബാക്കിയുള്ള കാര്യങ്ങൾ, ആളെ വിളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിങ്ങൾ കല്യാണ കുറി അടിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം, റിലേറ്റീവ്സിനെ വിളിക്കണം, അവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വെയിറ്റിങ്ങിൻ്റെ ഉള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ പ്രാപിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രൈമാ ഫേസി നമ്മളെ ചെയ്യാനായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസയർ മാത്രമല്ല, വി ഹാവ് ടു ക്ലീൻ അവർ സെൽസ് മോർ വിത്ത് ഹിസ് വേർഡ്സ് ആൻഡ് മോർ പവർ ഓഫ് ഹിസ് വിൽ ടു കം ടു അസ്. അവൻ്റെ ഹിതം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ഹിതത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച് കർത്താവേ നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവൻ്റെ സന്നിധിയിലിരിക്കണം. അതാണ് ആവശ്യം. അതാണ് പരിശുദ്ധാത്മാവ് നിറവിന് വേണ്ടിയുള്ള വെയിറ്റിംഗ്. അതാണ്. അല്ലാതെ പോയിരുന്ന് അയ്യോ പരിശുദ്ധാത്മാവേ നീ വരണമേ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പരിശുദ്ധാത്മാവ് ഓൾറെഡി നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ചില ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ടെങ്കിൽ, ചില ഉപേക്ഷിക്കപ്പെടാനുള്ള കാര്യങ്ങൾ, മാറ്റാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ അതൊരു ഗ്രാജുവൽ പ്രോസസ്സായിരിക്കും, പെട്ടെന്നാവത്തില്ലത്. ചില അഡിക്ഷൻസ് കാണും മാറ്റിക്കളയാനായിട്ടുള്ളത്, ചില പാപ സ്വഭാവം ഉപേക്ഷിക്കേണ്ടതായിട്ട് കാണും, ചില കാര്യങ്ങൾ ക്രൂശിക്കപ്പെടേണ്ടത് കാണും, ചില ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ കളയേണ്ടതായിട്ടുണ്ടാവും. ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ പറഞ്ഞാണല്ലോ ഗലാത്യർ 5:19 ഏകദേശം 15 ഐറ്റം കാര്യങ്ങൾ. ഇതൊക്കെ ഇതിനകത്ത് ചിലപ്പം കളയേണ്ടതായിട്ട് കാണും. ഇതിനൊക്കെ ചില സമയമെടുക്കും. അതിനെ വേണമെങ്കിൽ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയാമെന്നല്ലാതെ ശരിക്കും കാത്തിരിക്കണമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ദൈവം യേശുക്രിസ്തു തേജസ്കരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് അതിനെ കാത്തിരിക്കേണ്ട ആവശ്യമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആത്മാവ് നിറഞ്ഞോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ബ്രദറെ അങ്ങനെയാണെങ്കിൽ എന്ന് ചോദിക്കും. ആത്മാവ് ഞങ്ങൾക്ക് നിറവുണ്ടോ എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. ആത്മാവിൻ്റെ നിറവെന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഗിഫ്റ്റുകളെ കൊണ്ട് മാത്രം ഉള്ളതല്ല. ഗിഫ്റ്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. വരങ്ങളും ദാനങ്ങളും ഒക്കെ ദൈവം തരുന്നതാണ്. അതുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ചിലർക്കൊക്കെ ഗിഫ്റ്റുകളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പ്രധാനമായിട്ടും ആത്മാവിൻ്റെ നിറവ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാമതായിട്ട് ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടറാണ്. യേശുവിനെ പോലുള്ള സ്വഭാവം ആയിത്തീരുക. ഗലാത്യർ 5:22 ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എല്ലാവരും അത് കാണാതെ പഠിക്കേണ്ട വാക്യമാണ്. ഗലാത്യർ 5:22. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രജയം. 9 ഐറ്റം. ഈ ഓറഞ്ചിൻ്റെ ഒരു ഫ്രൂട്ടിനകത്തുള്ള അല്ലി പോലെ, 9 അല്ലി പോലെ ഇരിക്കുന്ന ആ സാധനമാണ് ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ ബേസിസ്, റൂട്ടെന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അതൊരിക്കലും മാറുന്നതല്ല. സ്നേഹം ഒരിക്കലും മാറത്തില്ല. ഈ ലോകത്തിലല്ല, എറ്റേണിറ്റി വരെയും സ്നേഹം കാണും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. വിശ്വാസം, പ്രത്യാശയൊക്കെ കർത്താവിനെ വരുമ്പോഴത്തേക്ക് അതെല്ലാം തീരും. എന്നാൽ സ്നേഹം അവിടെ തീരുന്നില്ല, എറ്റേണിറ്റി വരെ കാണും. ആ സ്നേഹം, സെൽഫ് ഗിവിങ് ലവ്, അത് ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നതാണ്. അതുപോലെ അതിന് തുടരെ ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. സന്തോഷം ഈ ലോട്ടറി അടിക്കുന്ന സന്തോഷമല്ല. ആ സന്തോഷം, ഈ സന്തോഷം എന്ന് പറയുന്നത് ഇത് നമ്മളെ നിത്യജീവൻ എന്നും കർത്താവിനോട് കാണുമെന്നുള്ള ആ വലിയ സന്തോഷമാണ്. ആ സന്തോഷം വലിയൊരു സന്തോഷമാണ്. സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കഴിവ്, മറ്റുള്ളവർ കരുണ കാണിക്കാനായിട്ട്, ഉപകാരം ചെയ്യാനായിട്ട്, നമ്മുടെ സെൽഫായിട്ട് നമ്മൾ വിശ്വസ്തരായിരിക്കാനായിട്ട്, എടുത്തു ചാടി പുറപ്പെടാതെ സൗമ്യത കാണിക്കാനായിട്ട്, ഏറ്റവും അവസാനം സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയജയം. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും മേളിലുള്ള ജയം സ്നേഹത്തിൽ തുടങ്ങി ഇന്ദ്രിയജയത്തിൽ അവസാനിക്കുന്നു. എന്ത് വലിയ മീനിങ് ആണ് ഓരോ വേർഡ്സിലും. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ 7-9 എപ്പിസോഡ് വേണ്ടി വരും ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് സ്പിരിറ്റ് ഫില്ലിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. നേരത്തെ നമ്മൾ അതുപോലെ
വായിച്ച 1-2 ഭാഗങ്ങൾ ഞാൻ വീണ്ടും വായിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ വായിച്ചാണ്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിച്ചാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു കഴിഞ്ഞപ്പോഴേ അവിടെ ഒരുപാട് വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലായിട്ടുള്ള വ്യത്യാസമല്ല. അവിടെ വ്യത്യാസം ഉണ്ടായത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അവർ ധൈര്യത്തോടുകൂടി ബോൾഡായിട്ട് ദൈവവചനം പ്രസ്താവിപ്പാനായിട്ട് പോയി. സഭയിലേക്ക് ഒരുപാട് പേരെ കൂട്ടിച്ചേർക്കപ്പെട്ടു. 3000 പേര് കൂട്ടിച്ചേർന്നു. അപ്പോസ്തല പ്രവൃത്തി 2 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അപ്പോൾ ദൈവവചനത്തിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റിക് ഇൻവോൾവ്മെൻറ്റ്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ആത്മാവ് നിറഞ്ഞ അനുഭവം. ആത്മാവ് ഒരാൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഒരു ഡ്യുനാമിസ് പവറാണ് ഇൻസൈഡ്, ഡൈനാമിറ്റിൻ്റെ ശക്തിയാണ്. ഇരിക്കാൻ പറ്റത്തില്ല. ബോൾഡായിട്ട് ദൈവവചനം പ്രസ്താവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടും. കാരണം അത് മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമായിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ആത്മാവായിട്ട് നിങ്ങൾ നിറയപ്പെട്ടോ എന്ന് അറിയാനായിട്ട് ഉള്ള ഒറ്റ മാർഗം ഇതാണ്. നിങ്ങൾക്ക് ആ വലിയ ഇവാഞ്ചലിസ്റ്റിക് ആയിട്ടുള്ളൊരു എഫേർട്ട് അല്ലെങ്കിൽ താല്പര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത്. നമ്മൾ ഇനിയും വിശ്വാസത്തിൻ്റെ അടുത്ത പടി നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയും. 3ാമത് സ്പിരിറ്റ് ഫില്ല് ചെയ്തോ എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്, ദാറ്റ് ഈസ് ത്രൂ പ്രൈസ്, വർഷിപ്പ്, താങ്ക്സ് ഗിവിങ് ആൻഡ് സബ്മിഷൻ. പ്രൈസ്, വർഷിപ്പ്, താങ്ക്സ് ഗിവിങ് ആൻഡ് സബ്മിഷൻ. ദൈവത്തിന് സ്തോത്രം കരയറ്റുക, സ്തുതി കരയറ്റുക, ആരാധിക്കുക, നന്ദിയുള്ള ഹൃദയത്തോട് സബ്മിസീവായിട്ട് ജീവിക്കുക, അന്യോന്യം സബ്മിസീവായി ജീവിക്കുക. ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. നേരത്തെ വായിച്ച ഭാഗം തന്നെ എഫേസ്യർ 5:18 തൊട്ടുള്ള വാക്യങ്ങളാണ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളിരിപ്പിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണത്. പ്രൈസ്, വർഷിപ്പ്, താങ്ക്സ് ഗിവിങ് ആൻഡ് സബ്മിഷൻ ടു വൺ അനദർ, ടു ക്രൈസ്റ്റ്. ക്രൈസ്റ്റിന്, യേശുവിന് സബ്മിറ്റ് ചെയ്യുന്ന പോലെ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. അന്യോന്യം അടുത്തൊരാളോടൊന്ന് സബ്മിസീവ് പറയാനായിട്ട് എന്തോ ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നത്. അന്യോന്യം കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ 50 പേർക്ക് 100 പേർക്കൊക്കെ കീഴ്പ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല അല്ലേ? അതുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ ജീവിതം ആ രീതിയിലാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞു ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് വെച്ചാൽ ബാപ്റ്റിസം ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ചുരുക്കമായിട്ട് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ബാപ്റ്റിസത്തിനകത്ത് ഒരിക്കൽ മാത്രം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്നതാണ് ബാപ്റ്റിസം. ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അതിൻ്റെയൊക്കെ റെഫറൻസ് വായിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്ന് 4-ാം അധ്യായത്തിൽ നിന്നൊക്കെ വായിച്ചാണ്. അത് റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് ആണ്. ബാപ്റ്റിസം നെവർ ഹാപ്പൻ ബിഫോർ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്റ്റ് ദിനത്തിലാണല്ലോ പരിശുദ്ധാത്മാവ് വന്നത്. എന്നാൽ ബാപ്റ്റിസം നേരത്തെ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ഒക്കേർഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിലും ആത്മാവിൻ്റെ ഫില്ലിങ് പല സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു. 3ാമത് ബാപ്റ്റിസം ഈസ് ട്രൂ ടു ഓൾ ബിലീവേഴ്സ്. എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാവുന്ന ഒന്നാണ് ബാപ്റ്റിസം. എന്നാൽ ഫില്ലിങ് നോട്ട് നെസസർലി എക്സ്പീരിയൻസ് ബൈ ഓൾ. എല്ലാവരും ഫില്ലിംഗ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നില്ല. ബാപ്റ്റിസം എല്ലാവർക്കും ഉള്ളതാണ്, എന്നാൽ ഫില്ലിംഗ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം എന്നില്ല. ബാപ്റ്റിസം കനോട്ട് ബി അൺഡൺ എന്ന് പറഞ്ഞാൽ ഈ ബാപ്റ്റിസം ഒരിക്കലും പെർമനൻസി ഓഫ് ദ സ്പിരിറ്റ് ഉണ്ട്. ബാപ്റ്റിസം ഒരിക്കലും ഇല്ലാതെ ആകുന്നില്ല. അത് നമുക്ക് ഇനിഷ്യലി ഉണ്ടാവുന്ന അതുപോലെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഫില്ലിംഗ് ക്യാൻ ബി ലോസ്റ്റ്. ആത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നമ്മൾ വരുന്ന സമയത്തായിരിക്കും ഫില്ലിംഗ് ഉണ്ടാവുന്നത്. എന്നാൽ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാനായിട്ട് ഉള്ള സാധ്യതകളുണ്ട്, ക്യാൻ ബി ലോസ്റ്റ്. 5ാമത് ഇറ്റ് ഈസ് റിസൾട്ട് ഇൻ പൊസിഷൻ. ബാപ്റ്റിസം വിൽ റിസൾട്ട് ഇൻ പൊസിഷൻ. നമ്മുടെ കർത്താവിലുള്ള പൊസിഷനിലേക്ക് ബാപ്റ്റിസം നമ്മളെ കൊണ്ടു ചെല്ലുന്നെങ്കിൽ ഫില്ലിംഗ് വിൽ റിസൾട്ട് ഇൻ പവർ. അത് നമ്മുടെ നമുക്ക് ശക്തി പ്രദാനം ചെയ്യുന്നതിലേക്ക് പോകും. ഇൻവേർഡ് ഫില്ലിംഗ് വിൽ ഹെൽപ്പ് us മോർ പവർ ഇൻ ദ സ്പിരിറ്റ്. 7ാമത് ഒക്കർ വെൻ വി ബിലീവ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന സമയത്താണ് ബാപ്റ്റിസം ഉണ്ടാവുന്നത്.
എന്നാൽ ഫില്ലിംഗ് ഉണ്ടാവുന്ന ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ജീവിതകാലത്തെ മുഴുവൻ ഫില്ലിങ് നടന്നുകൊണ്ടേയിരിക്കും. അത് വീണ്ടും ഒരു പോയിന്റ് കൂടെ അതിനകത്ത് പറയാം. ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒരു പ്രീ റിക്വസിറ്റും ഇല്ല, ഒരു കണ്ടീഷനും ഇല്ല. ആകെ ഒരു കണ്ടീഷൻ, കർത്താവിൽ വിശ്വസിക്കുക മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മൾ എത്രയും വിധേയപ്പെട്ടു കൊടുക്കുക, ലോഡ്ഷിപ്പിലേക്ക് നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഇസ് ദ ഈൽഡഡ്നെസ്. കർത്താവിന് നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കുന്നതനുസരിച്ചാണ് ഫില്ലിംഗ് നമ്മളിലുണ്ടാവും. 7 കാര്യങ്ങളാണ് പറഞ്ഞത് ബാപ്റ്റിസം ഫില്ലിംഗ് തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബിലീവേഴ്സിൻ്റെ ലൈഫിൽ ഒരിക്കലായിട്ട് ഉണ്ടാകുന്ന, എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞ ബാപ്റ്റിസം എന്ന് പറയുന്നത്. അത് ഒരിക്കലായിട്ട് കർത്താവിനെ വിശ്വസിക്കുമ്പോൾ ഉണ്ടാവും. എന്നാൽ ഫില്ലിങ് ഒരു റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് ആണ്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് ഉണ്ടായാൽ തന്നെ തിരിച്ച് അത് പോകാൻ സാധ്യതയുണ്ട്. അത് ക്രിസ്ത്യൻ ലൈഫിൽ ത്രൂ ഔട്ട് ഉണ്ടാവും. അത് നമ്മുടെ ഈൽഡഡ്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമ്മുടെ ശക്തി, ദാറ്റ് ദ റിസൾട്ട് ഇൻ പവർ, അത് നമ്മുടെ പവറിലേക്ക് നടത്തും എന്നുള്ളതാണ്. ഇത് കുറച്ച് ഇൻഫർമേറ്റീവ് ആണെങ്കിലും ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ നിറയണം എന്നുള്ളതാണ് ഇന്ന് സംസാരിച്ചത്. അത് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ, അതുപോലെ നമ്മുടെ ഇവാഞ്ചലിസ്റ്റിക് ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ പ്രൈസ്, വർഷിപ്പ്, താങ്ക്സ് ഗിവിങ് ആൻഡ് സബ്മിസീവ്നെസ്. ഇതാണ് അതിൻ്റെ സിംറ്റമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. സ്പിരിറ്റിൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ പറയാം. അതുകൊണ്ട് തീർച്ചയായും ഈ പരിശുദ്ധാത്മാവിൽ നിറയണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഡിസയർ ചെയ്യുമോ, നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കാനായി ഈ പരിശുദ്ധാത്മാവിൽ നിറയുമോ? ഏതെങ്കിലും ക്ഷമിക്കപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴത് മാറിപ്പോകും. ഏതെങ്കിലും ഉപേക്ഷിക്കപ്പെടാനായിട്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ ഇന്നത് മാറ്റപ്പെടും. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിലേക്ക് വരുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണലായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ അതും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം വലിയൊരു വിടുതൽ തരും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിലുള്ള വലിയ നിറവ് ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നല്ലോ കർത്താവേ. ഈ ലോക യാത്രയിൽ, ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ കർത്താവേ, ഞങ്ങൾ എപ്പോഴും താളടിയായി പോകുമല്ലോ കർത്താവേ. ദൈവമേ, ഫ്ലഷിൻ്റെ കർത്താവെ ജഡത്തിൻ്റെ പ്രവൃത്തികളോട് കീഴ്പ്പെട്ടു പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലെ പാപത്തിൽ നിന്ന് ജയിച്ച് ജീവിക്കാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി എൻ്റെ ജീവിതത്തെ കർത്താവെ പൂർണ്ണമായിട്ട് ഞാൻ വിട്ടുതരുന്നു. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ചിലർക്ക് കർത്താവെ അഡിക്ഷൻസ്, കർത്താവെ ചില ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില പാപങ്ങളിലെ അടിമപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ അത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത് കർത്താവ് വലിയ റിലീസ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുരിശ് അവിടെ വെച്ചുകൊണ്ട് നിൻ്റെ കുരിശിൻ്റെ ശക്തിയിൽ കർത്താവെ അവിടെ കഴുകു കർത്താവെ, വലിയ റിലീസ് നീ കൊടുക്കുക എന്ന് പ്രാർത്ഥിക്കും. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രോഗികളായി പ്രയാസങ്ങളിരിക്കുന്നവരെ, ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ ആയിട്ടിരിക്കുന്നവരെ, അവരവരുടെ ആവശ്യങ്ങളെ ഈ സമയത്ത് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏതൊക്കെ രീതിയിലുള്ള ആവശ്യമായാലും കർത്താവെ, അതിൽ നിന്നുള്ള വലിയ ഒരു നന്മ, ഒരു അനുഗ്രഹം അവരിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ കൃപയാലെ സൂക്ഷിക്കണമേ, പൊതിയണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് അതിൽ പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്കോ ഇമെയിൽ ഐഡിയിലേക്കോ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ അറിയിക്കുമല്ലോ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.